അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തക്കാർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറായി വന്നിരിക്കുന്ന ടിക്കറ്റ് കൊടുത്ത തങ്ങള് അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ചതങ്ങള്. മുസ്ലിയാക്കന്മാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, അണികൾ ആമീൻ പറയുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കുന്ന മറുപടിയും ഇത് ഇസ്തിഗാസയാണ്, സഹായം തേടലാണ്. ആരും അള്ളാഹ് വിശ്വസിക്കുന്നില്ല, അള്ളാഹ്ക്ക് തുല്യം എന്നും വിശ്വസിക്കുന്നില്ല. അള്ളാഹ് കൊടുത്ത കഴിവുള്ള മഹാൻ എന്ന് അള്ളാഹു മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ശിർക്കാകുകയുള്ളൂ എന്നുള്ള വാദമാണ് ഉന്നയിക്കാറുള്ളത്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന്റെ പുതിയ സംസാരത്തിൽ നിന്ന് കേട്ടത് കൊടുത്ത കഴിവ് എന്ന് പറയാൻ വേണ്ടി പാടില്ല. കൊടുത്ത കഴിവ് എന്ന് പറയുന്നത് അത് ബിദ്അകളുടെ വാദമാണ്, പിഴച്ചവരുടെ വാദമാണ്, അത് തെറ്റായ ഒരു വാദമാണ്. അപ്പോൾ കൊടുക്കുന്ന കഴിവ് എന്ന് പറയണം. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ. എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്, അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. എന്ത് കൊടുത്ത കഴിവ്? അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞു പഠിക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു കൊടുക്കുക? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു മഹാന്മാർക്ക് കൊടുക്കുമെന്നാണോ? ഒരാൾക്ക് രോഗം വന്നു, നേരത്തെ ഒരു തങ്ങള് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആളുകൾ, ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ആമീൻ പറയുന്ന രംഗം നമ്മൾ കണ്ടു. എന്ന രൂപത്തിൽ ഒരു സദസ്സിൽ വെച്ച് മഹാനായ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് രോഗം മാറ്റുമോ? അങ്ങനെ രോഗം മാറ്റുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് എന്ന് പേരോട് ഉസ്താദ് തന്നെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾക്ക് രോഗം മാറ്റാൻ വേണ്ടി പറ്റില്ല. രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ തന്നെ പ്രസംഗിക്കുന്നത് കേട്ടു. അതേപോലെ പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ CM മടവൂരുമായി ബന്ധപ്പെട്ട് പടച്ചോൻ പാട്ടിറങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നതായി കേട്ടു. അത് കുഫ്റാണ് എന്ന രീതിയിൽ തന്നെ. പിന്നീട് CM മടവൂര് മാലിക്കുൽ മുലൂക്കാണ് എന്ന് പറഞ്ഞപ്പോഴും പേരോട് ഉസ്താദ് അതുപോലെ തന്നെ അതിനെ ശക്തമായി എതിർക്കുന്നതായി കണ്ടു. അതുപോലെ പേരോട് ഉസ്താദിന്റെ മറ്റ് ചില പ്രസംഗത്തിലും മറ്റ് മുസ്ലിയാക്കന്മാർ പറഞ്ഞ പല വാദങ്ങളെയും ശക്തമായി എതിർക്കുന്നതായും കണ്ടു. പടച്ചോനാണെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞതിനെ ഒക്കെ എതിർക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം. ഈമാനിന് കേടുവരാൻ പാടില്ല. സാധാരണ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ് എന്നാണ്. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകും എന്നാണ് മുസ്ലിയാക്കന്മാർ വാദിക്കാറുള്ളത്. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനുമുള്ള കഴിവ് അള്ളാഹു മഹാന്മാർക്ക് നൽകുമോ? CM സ്മരണികയിലും ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ മറ്റ് മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളിലുമൊക്കെ കേട്ട ഒരു വാദമാണ് ഒരു ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഈ ഒരു വാദം. ഇത് CM സ്മരണികയിൽ നിന്നാണ്. എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്.
അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇതേ പേജിന്റെ തൊട്ടുപിറകിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ അടിമക്കും സഹായിക്കുവാൻ സാധിക്കും. അതായത് ഒരു സദസ്സിൽ വെച്ച് ഒരു രോഗിക്ക് വേണ്ടി ഒരു ഉസ്താദ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇസ്തിഗാസ നടത്തുകയാണ്. ആ സമയത്ത് അതിന്റെ ചുറ്റുമുള്ള ശ്രോതാക്കളായ ആളുകൾ ആമീൻ പറയുകയാണ്. ഞങ്ങൾ എല്ലാ രോഗങ്ങളും കാക്കണേ പാപ്പ, ക്യാൻസർ, ട്യൂമർ, വെറ്റ് ക്യാൻസർ, ആർക്കും രോഗം കാക്കണേ പാപ്പ, അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് ആർക്കും തരണേ പാപ്പ, മോമിനിങ്ങൾക്ക് അങ്ങനത്തെ രോഗം കൊടുക്കലേ പാപ്പ, ശിഫ നൽകണേ പാപ്പ, തനിക്കത് ആരോഗ്യം മാഫി തരുന്നത് പാപ്പ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇസ്തിഗാസ നടത്തി കഴിഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നത് പോലെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ കേൾക്കുന്നു. അള്ളാഹു സഹായിക്കുന്നത് പോലെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ സഹായിക്കുന്നു. അള്ളാഹു ഇടപെടുന്നത് പോലെ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നു. അപ്പോൾ CM മടവൂരിന് അള്ളാഹു ഇങ്ങനെ ഒരു കഴിവ് നൽകും. ആ നൽകിയ കഴിവ് കൊണ്ട് CM മടവൂര് ആ രോഗിയുടെ രോഗം മാറ്റിക്കൊടുക്കും, ഷിഫ നൽകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഷിഫ നൽകുവാനുള്ള കഴിവ് CM മടവൂരിന് അള്ളാഹു അപ്പോൾ നൽകും എന്നാണോ താങ്കൾ പറയുന്നത്? സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. ഇവിടെ UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന AP സമസ്തയിലുള്ള ഒരു ഉസ്താദിന്റെ സംസാരം, സിക്റിലൂടെയും ഫിക്രിലൂടെയും CM മടവൂര് അള്ളാഹുമായി ലയിച്ച് നേടിയെടുത്ത പവറാണ് ഇത് എന്ന് പറയുന്നു. അങ്ങനെ ദിക്റിലൂടെയും ഫിക്രിലൂടെയും CM മടവൂര് നേടിയെടുത്തു എന്ന് പറയുന്ന UK മജീദ് മുസ്ലിയാർ പറഞ്ഞ വാദം താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? ദിക്റിലൂടെയും ഫിക്രിലൂടെയും അള്ളാഹുമായി ലയിച്ചു എന്ന് പറയുന്നത്, അങ്ങനെ ലയിച്ചപ്പോൾ നേടിയെടുത്ത പവറാണ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഞൊടിയിട കൊണ്ട് ഒരാൾ വിളിച്ചു തേടിക്കഴിഞ്ഞാൽ ആ വിളി കേൾക്കുവാനും സഹായം ചെയ്യുവാനും ഒക്കെയുള്ള കഴിവ് മടവൂരിനുണ്ട്, മഹാന്മാർക്കുണ്ട് എന്നാണ് ഇവിടെ UK മജീദ് മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്. അതും ഏത് രൂപത്തിൽ? അള്ളാഹു കേൾക്കുന്ന രൂപത്തിൽ, അള്ളാഹു അറിയുന്ന രൂപത്തിൽ, അള്ളാഹു ഇടപെടുന്ന രൂപത്തിൽ. നേരത്തെ CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വായിച്ചതുപോലെ, ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുപോലെ, പല മുസ്ലിയാക്കന്മാരും ആ രീതിയിൽ വാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഈ ഒരു വാദം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് ശരിയായ വാദമാണോ? ഇങ്ങനെ ഒരു കഴിവ് നേടിയെടുക്കാൻ വേണ്ടി ദിക്റിലൂടെയും ഫിക്രിലൂടെയും കഴിയും. അതായത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുമുള്ള കഴിവ് മഹാന്മാർക്ക് ദിക്റിലൂടെയും ഫിക്രിലൂടെയും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമോ? ഇതിന്റെ മറുപടി പേരോട് ഉസ്താദിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പടച്ചോൻ പാട്ട് ഇറങ്ങിയപ്പോൾ പേരോട് ഉസ്താദ് അതിനെ അതിശക്തമായി എതിർക്കുന്നതായി കണ്ടു, അത് കുഫ്റാണ് എന്ന രീതിയിൽ. അതുപോലെ പിന്നീട് ഇറങ്ങിയ അർഷിന്റെ നാഥനായിടും എന്ന് പറഞ്ഞതും മാലിക്കുൽ മുലൂക്കാണ് എന്ന് പറഞ്ഞതും, അങ്ങനെ തുടങ്ങിയ പല വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് CM മടവൂരിന്റെ പേരിൽ പാട്ടിറങ്ങിയപ്പോൾ അതൊക്കെ കുഫ്റാണ് എന്ന രീതിയിൽ തന്നെ പേരോട് ഉസ്താദ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നതായും കണ്ടു. അള്ളാഹു അപ്പോൾ കൊടുക്കുന്ന കഴിവുകൊണ്ട്, ഇല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് എന്ന വ്യത്യസ്ത രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ എന്താണ് പേരോട് ഉസ്താദിന് നൽകാനുള്ള മറുപടി? ഇത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് എന്നിരിക്കെ, അള്ളാഹു ഒരു സൃഷ്ടിക്കും അള്ളാഹുവിന്റെ കഴിവുകൾ നൽകില്ല എന്നിരിക്കെ, ഉസ്താദ് നൽകുമെന്ന വാദക്കാരനാണോ അതല്ല നൽകില്ല എന്ന വാദക്കാരനാണോ? അള്ളാഹു മഹാന്മാർക്ക് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോഴോ അതല്ലെങ്കിൽ UK മജീദ് മുസ്ലിയാർ പറഞ്ഞതുപോലെ ദിക്റിലൂടെയും ഫിക്രിലൂടെയും അള്ളാഹുമായി ലയിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ലയിക്കുവാനും നേടിയെടുക്കുവാനും സാധിക്കും. പേരോട് ഉസ്താദിൽ നിന്ന് സ്നേഹപൂർവ്വം മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.